നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഞാൻ രാവിലെ ഒരു ഓട്ടോറിക്ഷയിലെ സൗത്ത് ഡൽഹിയിലേക്ക് പോവുകയാണ്. അവിടെയാണ് കുത്തബ് മിനാർ ഉള്ളത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ കുത്തബ് മിനാറിൻ്റെതാണ്. 40 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ്. ഇതാണ് പ്രവേശന കവാടം. ഇവിടെ കുറച്ച് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. ഇവിടെ ധാരാളം ഫോറിനേഴ്സ് വരുന്നൊരു സ്ഥലമാണ്. വിദേശികളായ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നൊരു സ്ഥലമാണ് കുത്തബ് മിനാർ. പ്രധാന ഗേറ്റ് കടന്ന് അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് കുത്തബ് മിനാർ കാണാൻ പറ്റും. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് കുത്തബ് മിനാർ. അതുകൊണ്ട് തന്നെ ഈ സ്മാരകവും ഇതിൻ്റെ പരിസരവുമെല്ലാം വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടം സന്ദർശിക്കുന്ന ഓരോ സഞ്ചാരിയും ഈ പരിസരം മുഴുവൻ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുത്തബ് മിനാറിനെ കുറിച്ച് പല വിവാദങ്ങളും പല കാലഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനം ഇതൊരു വിഷ്ണു ക്ഷേത്രമായിരുന്നെന്നും പിന്നീട് അത് തകർക്കപ്പെട്ട് കുത്തബ് മിനാർ പണിഞ്ഞു എന്നുള്ളതുമാണ്. അത്തരം വിവാദങ്ങളിലെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കടക്കാം. നമുക്കാദ്യം ഈ മനോഹരമായ നിർമ്മിതിയെക്കുറിച്ച്, ഈ കുത്തബ് മിനാറിനെ കുറിച്ച് സംസാരിക്കാം. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയിൽ 1199 ഡൽഹി ഭരിച്ചിരുന്ന അടിമ വംശത്തിലെ ആദ്യ ഭരണാധികാരിയായ കുത്തബ്ദീൻ ഐബക്കാണ് ഇതിൻ്റെ ആദ്യ നിലയുടെ പണി തുടങ്ങി വെച്ചത്. ആദ്യ നില പണി പൂർത്തിയായപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടു. തുടർന്ന് അധികാരത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ മരുമകൻ ഇൽത്തുമിഷാണ് 1220 ഈ മിനാരത്തിൻ്റെ പണി പൂർത്തിയാക്കിയത്. ആദ്യ നിലയുടെ വശങ്ങളിൽ വളരെ വലുതായി ഖുർആൻ സൂക്തങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ മനോഹരമാണ് ആ കാഴ്ചകളൊക്കെ. ആധുനിക ടെക്നോളജിയുടെ ഒരു സഹായവുമില്ലാതെയാണ് ഈ നിർമ്മിതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. സുർക്കിയും കല്ലും കൊണ്ട് രൂപപ്പെടുത്തിയ ഈ മിനാരത്തിലേക്ക് അതിസൂക്ഷ്മമായി ചുവന്ന സാൻഡ്സ്റ്റോൺ പതിപ്പിച്ചാണ് ഈ മിനാരം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഡൽഹി ഭരിച്ചിരുന്ന രജപുത്ര രാജാവായ പൃഥ്വിരാജ് ചൗഹാനെതിരെയുള്ള മുഹമ്മദ് ഘോറിയുടെ യുദ്ധവിജയമായിട്ടാണ് ഈ സ്മാരകം നിർമ്മിക്കപ്പെട്ടത്. ഒപ്പം ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണത്തിൻ്റെ അടിത്തറയായും ഈ സ്മാരകത്തെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതാണ് അലൈ ദർവാസ. 1311 ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. അതിമനോഹരമായൊരു നിർമ്മിതി തന്നെയാണ് ഈ അലൈ ദർവാസ. അടിമവംശം ആദ്യമായി നിർമ്മിച്ച ഇസ്ലാം മോസ്കായ ഖൗത്തൽ ഇസ്ലാം മോസ്കും ഈ മിനാരത്തിന് സമീപം തന്നെയാണ്. ഈ പള്ളിയുടെ നിർമ്മാണവും ഇപ്പോൾ വിവാദത്തിലാണ്. തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ മുകളിലാണ് പള്ളി പണിഞ്ഞിരിക്കുന്നതെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. ധാരാളം കൽത്തൂണുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ മിനാരത്തിന് ചുറ്റും കാണുന്ന നടപ്പന്തൽ. ആ കൽത്തൂണുകളിലെല്ലാം തന്നെ തകർക്കപ്പെട്ട ഹിന്ദു ദൈവങ്ങളുടെ കൊത്തുപണികളും നമുക്ക് കാണാൻ കഴിയും. അതൊക്കെയാണ് ഇവിടെ തർക്കത്തിന് ഇടയായ സാഹചര്യങ്ങൾ. യാഥാർത്ഥ്യം എന്തു തന്നെ ആയാലും കുത്തബ് മിനാറിനെ നമുക്ക് അത്ഭുതത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇത്രയും മനോഹരമായൊരു സൃഷ്ടി ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. കുത്തബ് മിനാറിനെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കാൻ മത്സരിക്കുകയാണ് ഓരോ സഞ്ചാരികളും. നമ്മളിവിടെ നേരെ പോകുന്നത് ഇൽത്തുമിഷൻ്റെ കബറിടത്തിലേക്കാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ
ഇടത് സൈഡിൽ കാണുന്ന ഈ നിർമ്മിതി ഒരു മദ്രസയാണ്. വലത് സൈഡിൽ കാണുന്ന ആ നിർമ്മിതിയും ഒരു മദ്രസ തന്നെയാണ്. ആദ്യം കണ്ട മദ്രസ പൂർണ്ണമായി തകർന്നു. ഈ മദ്രസ കാലത്തെ അതിജീവിച്ച് ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ഇത് രണ്ടും പണിഞ്ഞത് അലാവുദ്ദീൻ ഖിൽജിയാണ്. കാലത്തെ അതിജീവിച്ചു എന്ന് പറയാൻ പ്രധാന കാരണം ഇത് പലപ്പോഴായുണ്ടായ ഭൂകമ്പത്തിലും ഇടിമിന്നലേറ്റുമൊക്കെ ഇതിൻ്റെ പല ഭാഗങ്ങളും തകർന്നു പോയിട്ടുണ്ട്. 1368 ശക്തമായ ഇടിമിന്നലിൽ കുത്തബ് മിനാറിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുകയുണ്ടായി. അന്നത്തെ സുൽത്താനായിരുന്ന തുഗ്ലക് രാജവംശത്തിലെ ഫിറോസ് ഷാ രാജാവാണ് അതിൻ്റെ മുകളിൽ ഒരു നില കൂടി പണിത് അതിനെ ശക്തിപ്പെടുത്തിയത്. കുത്തബ് മിനാറിൻ്റെ ആദ്യത്തെ ഒരു നില കുത്തബ്ദീൻ ഐബക്കും പിന്നീടുള്ള 3 നില അദ്ദേഹത്തിൻ്റെ മരുമകനായ ഇൽത്തുമിഷും അവസാനത്തെ ഒരു നില ഏറ്റവും മുകളിലെ നില ഫിറോസ് ഷാ തുഗ്ലകുമാണ് പണിതിരിക്കുന്നത്. 72.5 മീറ്റർ ഉയരവും 399 സ്റ്റെപ്പുമുള്ള ഈ കൂറ്റൻ നിർമ്മിതിയെ ഒരു വിരൽ കൊണ്ട് പൊക്കിയെടുക്കുന്ന രീതിയിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് സഞ്ചാരികൾ. അതും ഒരു കൗതുക കാഴ്ച തന്നെയാണ്. ഇൽത്തുമിഷിൻ്റെ കബറിടമാണ് നേരെ മുന്നിൽ കാണുന്ന ആ നിർമ്മിതി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കുന്നതിന് 1 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിമനോഹരമായൊരു നിർമ്മിതിയാണ്. ധാരാളം കൊത്തുപണികളും ഒക്കെയുള്ള ചുവന്ന സാൻഡ്സ്റ്റോണിൽ തന്നെ പണിത ഒരു നിർമ്മിതിയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാൻ. തൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഖബർസ്ഥാനിൽ തന്നെയാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇനി നമുക്ക് കുത്തബ് മിനാറിനെ കുറിച്ചുള്ള വിവാദങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ കാണുന്ന തൂണുകളെല്ലാം ക്ഷേത്രത്തിൻ്റെ തൂണുകൾ തന്നെയാണെന്നുള്ളതിന് സംശയമില്ല. ഇത് മുഹമ്മദ് ഘോറിയുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ജൈന ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ കൊണ്ടുവന്നു പണിതു എന്നാണ് ഒരു കൂട്ടർ അവകാശപ്പെടുന്നത്. അതല്ല, ഇവിടെ തന്നെ അംഗപാൽ മഹാരാജാവ് 10-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച വിഷ്ണു ക്ഷേത്രം പൊളിച്ചിട്ടാണ് ഈ കുത്തബ് മിനാർ ഉണ്ടാക്കിയതെന്നാണ് മറുവശം പറയുന്നത്. ഈ മിനാരത്തിന് മുന്നിൽ കാണുന്ന ഈ 6 ടൺ ഭാരമുള്ള സ്തംഭത്തെ വിഷ്ണു സ്തംഭം എന്നാണ് ഒരു കൂട്ടർ വിശേഷിപ്പിക്കുന്നത്. 5-ാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ പണിതതാണ് ഈ വിഷ്ണു സ്തംഭമെന്നും അതിൽ ബ്രാഹ്മി ലിപിയിൽ ഈ സ്തംഭത്തെക്കുറിച്ചുള്ള വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ ഇപ്പോഴും ഈ തൂണുകളിലും ഭിത്തികളിലും ഹിന്ദു ദേവതകളുടെയും ദേവന്മാരുടെയും വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ട രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് ശരിക്കും ഇവിടുത്തെ വിവാദങ്ങളുടെ അടിസ്ഥാനം. ഈ പ്രചരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം അടിസ്ഥാനമുണ്ട് എന്ന് എനിക്കറിയില്ല. ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു ഒരു കൂട്ടർ തിരിച്ചവകാശപ്പെടുന്നു. സംഭവം എന്തായാലും കുത്തബ് മിനാർ എന്നാൽ ഇന്ത്യയുടെ ഒരു അഭിമാന നിർമ്മിതിയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നേരത്തെ കുത്തബ് മിനാറിൻ്റെ ഉള്ളിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. ആ സമയത്ത് 1981 ഡിസംബർ 4-ാം തീയതി അകത്തെ ലൈറ്റുകൾ കെടുകയും അവിടെ ഉണ്ടായിരുന്ന 400ഓളം പേർ തിക്കിലും തിരക്കിലും പെട്ട് അപകടത്തിൽപ്പെടുകയും 45ഓളം പേർ മരിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഇതിനു മുകളിലേക്ക് ആരെയും കയറ്റിവിടാറില്ല. ഈ കാണുന്ന പാതി നിർമ്മിതി അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു നഷ്ടസ്വപ്നമാണ്. കുത്തബ് മിനാറിനേക്കാൾ കൂടുതൽ വലിപ്പത്തിൽ, കൂടുതൽ പൊക്കത്തിൽ ഒരു മിനാരം പണിയാൻ ഇറങ്ങി പുറപ്പെട്ട അലാവുദ്ദീൻ ഖിൽജി 24 മീറ്റർ ഉയരത്തിൽ ആദ്യ നില പൂർത്തിയാക്കുമ്പോഴേക്കും അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് ഈ നിർമ്മിതി ഇങ്ങനെ തന്നെ ഇവിടെ തുടരുകയാണ്. കുത്തബ് മിനാറിനെ ചൊല്ലി തമ്മിലടിക്കുന്ന ഓരോ ഗ്രൂപ്പുകളും അറിയാനായിട്ട് ഇത് ഹിന്ദുവിൻ്റെയുമല്ല മുസ്ലിമിൻ്റെയുമല്ല, ഇത് ഭാരതീയൻ്റെയാണ്. ഭാരതീയൻ്റെ
ഓരോ ഭാരതീയൻ്റെയും അഭിമാന നിർമ്മിതിയാണ് കുത്തബ് മീനാർ. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.